കോഴിക്കോട് മേപ്പയൂരിൽ സൈനികനെ പോലീസ് മർദ്ദിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് പരാതി നൽകിയത്. പോലീസ് സൈനികരോട് വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നുവെന്നും സൈനികന് ചികിത്സ നിഷേധിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി എ കെ അഭിലാഷ് നമുക്കൊപ്പം. എ കെ അഭിലാഷ്, പോലീസ് മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നത്? സുജിയ, ഇന്നലെയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. ഇന്നലെ മേപ്പയൂർ ടൗണിൽ പതിവ് പരിശോധന നടത്തുന്നതിനിടെ ഈ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ഈ അതുല്യ വാഹനത്തെ അതുല്യ വീണ്ടും വൈകുന്നേരത്തോടെ വിളിച്ചു വരുത്തുകയും അതോടൊപ്പം തന്നെ കയ്യിൽ വിലങ്ങണിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതിനുശേഷം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിൽ പോലും ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത്. ഇതിനുശേഷം ഇന്ന് ഇപ്പോൾ അതുൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഷോൾഡറിൽ ചെറിയ പരിക്കുകൾ പൊട്ടലുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. വൈദ്യ ചികിത്സ അടക്കം നിഷേധിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോയത് എന്നുള്ള അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി തന്നെ ഈ പട്ടാളക്കാർക്കെതിരെ, സൈനികർക്കെതിരെ പോലീസ് നീങ്ങുന്നു. പോലീസിലെ ഒരു കൂട്ടം ആളുകൾ അത്തരത്തിൽ നീങ്ങുന്നു. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രത്യേകിച്ച് സൈനികർക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവർക്കെതിരെ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ് ഇപ്പോൾ പരാതിയിൽ പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സൈനികൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം കണ്ണൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം തന്നെ ഈ പട്ടാള കോടതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പട്ടാള നിയമവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പരിക്കേറ്റ അതുലും റിപ്പോർട്ട് ടിവിയോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. സുജിയ. ഓക്കെ, എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.